ഗുഡ് ബൈ ക്യാപ്റ്റൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഗുഡ് ബൈ ക്യാപ്റ്റൻ. നടൻ വിജയകാന്തിന്റെ മരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത്. ഇതിപ്പോൾ അദ്ദേഹം മരിച്ച് ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ അറിയുന്നതോറും അതൊരു വലിയ വ്യക്തിത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനും ഇദ്ദേഹത്തെ ആദ്യമൊക്കെ ഒരു ട്രോൾ മെറ്റീരിയൽ പോലെയാണ് കണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ പ്രവഹിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിൽ നിന്ന് അടുത്ത വ്യക്തികളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഞാൻ ആദ്യമായി കണ്ട ഒരു ആക്ഷൻ തമിഴ് സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു വ്യക്തിയാണ്. 2000-ന്റെ തുടക്കത്തിൽ വാനത്തെ പോലെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനോടനുബന്ധിച്ച് ചാലക്കുടിയിൽ അദ്ദേഹം വന്നപ്പോൾ, അതേസമയം കുടുംബത്തോടൊപ്പം 2000-ൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് മുന്നോടിയായി ഇവിടെ വന്നത് 99-ന്റെ അവസാന നാളുകളിലാണ്. 1999-ലെ ഒരു വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ കാലഘട്ടത്തിൽ മാതാപിതാക്കളോടും സഹോദരിമാരോടൊപ്പം ചെറിയൊരു ട്രിപ്പിൽ പോയ സമയത്ത് അതിരപ്പള്ളി വാഴച്ചാല് മേഖലയിൽ അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിനടുത്ത് കാതിൽ വെണ്ണില എന്നുള്ള പാട്ട് പാടി നിൽക്കുന്ന ഇദ്ദേഹത്തിനെ ആദ്യമായി കണ്ട ആ ദിവസം ഓർത്തു പോവുകയാണ്. രജനീകാന്തൊക്കെ പറഞ്ഞിട്ടാണ് പലരും താഴോട്ട് പോയത്. പക്ഷെ ചെന്നപ്പോൾ അത് വിജയകാന്ത് ആയിരുന്നു. അങ്ങനെ വിജയകാന്തിനെ ആദ്യമായി കാണുവാനുള്ള അവസരം ലഭിച്ചു. അന്നും അദ്ദേഹത്തെ അത്ര വലിയൊരു നടനോ താരമോ ആയി കണ്ടിരുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കേരളത്തിലെ നമ്മളെ പോലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന് വിലയില്ലെങ്കിലും തമിഴ്നാട്ടിൽ അദ്ദേഹം ഒരു വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ കമൽഹാസനും രജനീകാന്തിനും മുമ്പേ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ചായവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. തമിഴ്നാടും DMDK പാർട്ടിയുടെ സ്ഥാപകനായിട്ടാണ് നടൻ വിജയകാന്തിനെ കാണുന്നത്. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന് അന്തരിക്കുമ്പോൾ. ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായത്. ന്യൂമോണിയ ബാധിതനായ വിജയകാന്തിനെ കോവിഡ് കൂടി ബാധിച്ചത് വളരെയധികം കഷ്ടപ്പാട് ഉണ്ടാക്കി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെ അദ്ദേഹം നേരിട്ടു. ഏതായാലും അദ്ദേഹത്തിന്റെ ആ മരണം ഒരുപാട് പേർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തന്റെ 100ാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകറിലൂടെ തമിഴകത്തിന്റെ ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടത്. തമിഴ് താരം വിജയകാന്തിന്റെ ആ വിടവാങ്ങൽ ഒരുപക്ഷെ മലയാളിക്ക് മനസ്സിലാകുന്നതിനും അപ്പുറം തമിഴകത്തിന്റെ ക്യാപ്റ്റൻ എന്ന വിളി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് കൂടി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. താരങ്ങൾക്കൊപ്പം യൂണിറ്റിലെ മറ്റംഗങ്ങൾക്ക്, അതും സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് ഭക്ഷണം വിളമ്പിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തൻ്റെ സുവർണ ഹൃദയം കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമ്മൾ കണ്ടതാണ്. തമിഴിൽ ഒരുപാട് പേർ ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും കേട്ടു. നായകന് കൂടിയ ഭക്ഷണവും ലൈറ്റ് ബോയ്ക്ക് കുറഞ്ഞതും കൊടുത്തിരുന്ന കാലഘട്ടത്തിലെ അത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങൾ നിർത്തലാക്കിയ ഒരു താരമായിരുന്നു വിജയകാന്ത്. അങ്ങനെ ആകസ്മികമായ സിനിമയിലെത്തിയ താരമായിട്ട് കൂടി സിനിമയിലെത്തും മുമ്പ് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിൽ അരിമില്ല് നോക്കി നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞനുസരിച്ച് ചെന്നൈയിൽ സിനിമാഭിനയത്തിന് അവസരം ചോദിച്ചെത്തിയപ്പോൾ വലിയ നിരാശയാണ് ആദ്യ നാളുകളിൽ അദ്ദേഹത്തിനുണ്ടായത്. എന്നാൽ പിന്നീട് അദ്ദേഹം എല്ലാം നേടിയെടുക്കുകയായിരുന്നു. തന്റെ കഷ്ടപ്പാടിന്റെ ഫലം അദ്ദേഹം അനുഭവിച്ചു. 90കളിൽ അദ്ദേഹം കമൽഹാസനും രജനീകാന്തിനുമൊപ്പം തന്റെ കസേര വലിച്ചിട്ട് വ്യത്യസ്തമായ തന്റെ ശൈലി കൊണ്ട് ആളുകളെ തന്നിലേക്ക് ആകർഷിച്ചു. ഒരുപക്ഷെ മലയാളത്തിൽ ജയൻ കാണിച്ചിരുന്നത് പോലെ അത്രയും സാഹസികമായ ആക്ഷൻ രംഗങ്ങൾ കാട്ടിയത് തമിഴ്നാട്ടിൽ ഒരേ ഒരു താരമായിരുന്നു. അത് നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് വേണം കരുതാൻ. കറുത്ത MGR എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ചലച്ചിത്ര രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം പേര് വന്നത്. ഏതായാലും ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. സേതുപതി IPS ക്ലോക്ക് ടവറിൽ കയറുള്ള സാഹസിക രംഗം ഒരു ഉദാഹരണമാണ്. ഉളവുത്തുറ എന്ന ചിത്രത്തിൽ ജലത്തിനടിയിൽ കിടന്നുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാൻ വിജയകാന്ത്
36 മണിക്കൂറാണ് ചെലവിട്ടത്. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷനാണ് കാണിക്കുന്നത്. അത് അദ്ദേഹം രാഷ്ട്രീയത്തിലും കാണിച്ചു. 2016 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അത്രത്തോളം ശക്തമായിട്ട് തൻ്റെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചു. ഒരിടയ്ക്ക് തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വളർന്നു. അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നേട്ടം തന്നെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഏതായാലും വിജയകാന്ത് എന്ന താരം അദ്ദേഹത്തിന് മലയാളത്തിനോടും വലിയ സ്നേഹമുണ്ടായിരുന്നു. ചാലയിലെ മാർക്കറ്റിൽ അദ്ദേഹം നടത്തിയിരുന്ന സ്വർണ്ണാഭരണശാല, ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ ആ ഒരു ജ്വല്ലറി, പിന്നീട് അദ്ദേഹം അതെല്ലാം വിട്ട് സിനിമയിലേക്ക് പോയപ്പോഴും തനിക്ക് ഇഷ്ടപ്പെട്ട നാടിനെ മറന്നില്ല. പ്രളയകാലത്ത് കേരളത്തിൻ്റെ കൈപിടിച്ച് ജനമനസ്സുകളിലേക്ക് നടന്നു കയറിയതാണ് ക്യാപ്റ്റൻ. അദ്ദേഹം ഒരു സുവർണ ഹൃദയത്തിൻ്റെ ഉടമ കൂടിയാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. അങ്ങനെ വെറുതെയല്ല അദ്ദേഹത്തെ കറുത്ത MGR എന്നും പുരട്സി കലൈഞ്ചർ എന്നുമൊക്കെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വിടവാങ്ങൽ വലിയ നഷ്ടം തന്നെയാണ് തമിഴ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വിജയകാന്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇളയ ദളപതി വിജയുടെ കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് കൈപ്പിടിച്ച് കയറ്റിയത് വിജയകാന്ത് ആണ് എന്നുള്ളതാണ്. തമിഴകത്തിന്റെ പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോയായ വിജയകാന്ത് വിടവാങ്ങുമ്പോൾ തമിഴ് സിനിമയിലെ ശോഭിക്കുന്ന യുവത്വമായി വന്ന് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ വിജയകാന്ത് ഒരു കാലത്ത് കമൽഹാസൻ, രജനികാന്ത് എന്നീ വമ്പൻ താരങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ ശക്തനായ എതിരാളിയായി നിന്ന താരമായിരുന്നു. രാഷ്ട്രീയ പ്രവേശനവും പിൽക്കാലത്ത് അനാരോഗ്യവും വേട്ടയാടിയപ്പോൾ 2000-ന്റെ പകുതിയിൽ വെച്ച് വിജയകാന്ത് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കരിയറിന്റെ തുടക്കകാലത്ത് നടൻ വിജയുടെ പിതാവായ S. ചന്ദ്രശേഖറിന്റെ സിനിമകളിലൂടെയാണ് വിജയകാന്ത് സജീവമായത്. ചന്ദ്രശേഖർ തന്റെ മകനായ വിജയിയെ ബാലതാരമായും തുടർന്ന് ഹീറോ വേഷങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ വിജയ്ക്ക് ഗുരുനാഥനെ എന്ന പോലെ നിന്നതും വിജയകാന്ത് തന്നെയായിരുന്നു. വിജയകാന്ത് നായകനായി എത്തിയ വെട്രി എന്ന സിനിമയിലൂടെയായിരുന്നു വിജയ് ബാലതാരമായി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. അതിനുശേഷം കോട്ട്മാൻ, വസന്തരാഗം, ഗത്തം ഒരു ഉരുളൻ എന്നീ സിനിമകളിൽ ബാലതാരമായി വിജയ് അഭിനയിച്ചു. യുവാവായി വിജയ് സിനിമയിൽ തിരിച്ചെത്തിയ അവസരത്തിൽ സെന്തൂരപാണ്ടി എന്ന സിനിമയിൽ വിജയകാന്തിന്റെ അനിയനായും വിജയ് അഭിനയിച്ചു. കരിയറിന്റെ ആദ്യ കാലങ്ങളിൽ കൂടെ നിന്നിരുന്ന ഗുരുനാഥൻ എന്ന സ്ഥാനമാണ് വിജയകാന്തിനോട് ഉണ്ടായിരുന്നത്. അത്രത്തോളം സ്നേഹമായിരുന്നു വിജയ്ക്ക് വിജയകാന്തിനോട്. ഇതിനെപ്പറ്റി വിജയുടെ പിതാവ് കൂടിയായ സംവിധായകൻ S. A. ചന്ദ്രശേഖർ പറയുന്നത് ഇങ്ങനെയാണ്: നായകൻ എന്ന നിലയിൽ വിജയുടെ വളർച്ചയിൽ വലിയ പങ്കാണ് വിജയകാന്ത് വഹിച്ചത്. വിജയ് വെച്ച് ആദ്യം ചെയ്ത സിനിമയായ നാളെ തീർപ്പ് എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായില്ല. വിജയെ ഒരു നടനെന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. വിജയകാന്തിനൊപ്പം ഒരു സിനിമയിൽ വിജയെ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. വിജയകാന്തിനോട് കാര്യം പറഞ്ഞപ്പോൾ ശമ്പളത്തെ പറ്റിയുള്ള സംസാരം പോലും ഞങ്ങൾക്കിടയിൽ വന്നില്ല. അങ്ങനെയാണ് സെന്തൂരപാണ്ടി സംഭവിക്കുന്നത്. സിനിമ ഒരു വലിയ ഹിറ്റായി മാറി. നടനെന്ന നിലയിൽ വിജയുടെ കരിയറിനും ആ ചിത്രം വലിയൊരു ബൂസ്റ്റ് നൽകി. അതെ, അങ്ങനെ ഒട്ടനവധി താരങ്ങൾക്കും ഒട്ടനവധി ആളുകൾക്കും ഒരേപോലെ ആശ്രയം നൽകിയ വ്യക്തി കൂടിയായിരുന്നു നമ്മിൽ നിന്ന് വിടവാങ്ങിയ ക്യാപ്റ്റൻ. 2011-2016 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തമിഴ് രാഷ്ട്രീയത്തിൽ തിളങ്ങിയെങ്കിലും ഈ നേട്ടം പിന്നീട് അദ്ദേഹത്തിന് ആവർത്തിക്കാനായില്ല. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും നീക്കം തിരിച്ചടിച്ചു. മത്സരിച്ച 14 സീറ്റിലും DMDK പരാജയപ്പെട്ടു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 104 സീറ്റുകളിലും പരാജയപ്പെട്ടതോടെ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയകാന്തിന്റെ പാർട്ടി ദുർബലമായി. അനാരോഗ്യം മൂലം കഴിഞ്ഞ കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇബ്രാഹിം റാവുത്തറുമായിട്ട് ഉണ്ടാക്കിയ സാപ്പാടുശാല അദ്ദേഹത്തിൻ്റെ വലിയ ഓർമ്മകൾ കൊണ്ട് നിറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിനോട് ചേർന്ന് അദ്ദേഹം ഉണ്ടാക്കിയ തമിഴ്നാട്ടിലെ മദ്രാസിൽ വരുമ്പോൾ ആർക്കും എവിടെയും എങ്ങനെ വേണമെങ്കിൽ കയറി ഭക്ഷണം കഴിച്ച് പോകാവുന്ന ആ സ്ഥലം, ഒരേട്ട് ഭക്ഷണം തീർത്തും സൗജന്യമായി, ആരും വിസ്മരിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ആ കാര്യം ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത. ഏതായാലും ക്യാപ്റ്റൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതത്തിലും ക്യാപ്റ്റനായി മാറുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.